മെറൈൻ വേൾഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന എന്താണെന്നറിയോ, നമ്മൾ നോർമലി ഒരു അക്വേറിയത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ എന്താ ഉണ്ടാകുക വെച്ച് കഴിഞ്ഞാൽ കുറേ ചില്ലുകൂട്ടിൽ വെച്ചിട്ടുള്ള കുറേ കടലിലെ ഫിഷുകളായിക്കോട്ടെ അതിലെല്ലാ സാധനങ്ങളും അവർ ചില്ലുകൂട്ടിലാണ് വെക്കുന്നത്. ഇത് നേരെ തിരിച്ചിട്ടാണ്. നമ്മളിങ്ങനെ ഒരു ചില്ലിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടക്കുക, അവരൊക്കെ ഫ്രീ ആയിട്ട് അവരുടെ ലോകത്തിലൂടെ ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുക എന്ന് തന്നെ പറയാം. നമ്മളെല്ലാവരും ഒരു ചില്ലുകൂട്ടിലായിട്ട് നമ്മളൊരു കടലിൻ്റെ ഉള്ളിലൂടെ നടക്കുന്ന പ്രതീതി, കടലിൻ്റെ അതേ ആംബിയൻസ്, അവിടുത്തെ ആ സ്മെല്ല് വരെ നമുക്ക് ഇവിടെ വരുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. എന്താ അടിപൊളി എന്നറിയാം, സൂപ്പർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പബ്ലിക് അക്വേറിയാണ്, അങ്ങനെ പ്രത്യേകതകളുണ്ട്. അങ്ങനെ ഉണ്ടല്ല? ഓഹോ, ഏഷ്യയിലെ രണ്ടാമത്തെ. അപ്പോൾ ഒരു അഡ്വഞ്ചറസ് ലോകത്തേക്കാണ് നമ്മൾ ഇനിയിപ്പോൾ വേണ്ടി യാത്ര ചെയ്യാൻ പോകുന്നത് അല്ലേ? ഇവിടെ വന്നപ്പോൾ തന്നെ ഒരു നല്ല വൈബാണ് അല്ലേ? ഒരു കടലിന്റെ ഓക്കെ ഉള്ളിലെത്തിയൊരു സ്പാണ്ട് എല്ലാം ഉണ്ട്. ഓഹോ ഹോ ഹോ ഹോ, മൊത്തം ഒരു അക്വാ വേൾഡ്, മറൈൻ വേൾഡ് തന്നെയാണല്ലോ അതിന്റെ പേര് അല്ലേ? ഓക്കെ ഓക്കെ, നമ്മൾ ഏതായാലും അങ്ങോട്ട് എൻട്രി ആവാൻ പോവാണ്. ഞാൻ പ്രൊജക്ടുകൾ എല്ലായിടത്തും ഉണ്ടല്ലേ? ഏതായാലും നല്ലതാണ്, എല്ലാവരും ഒന്ന് യങ്ങാക്കി എടുക്കുന്നല്ലേ? ഒരു കഴിച്ചാൽ മതി എന്നാ പറയുന്നത് അല്ലേ? ഒരു ഭക്ഷണം കഴിക്കാറ് ഇത് ലാസ്റ്റ് കഴിച്ചാൽ മതി, തീർന്നായാലോ? അതന്നെ, മെമ്പർമാർക്ക് അവസാനം കഴിക്കാവുള്ളൂ. വരി വരി, നമ്മൾ പോവാൻ നിൽക്കാണ് ഇതിൻ്റെ ഉള്ളിലോട്ടല്ലേ? വെരി ഗുഡ്, ഒരുപാട് സന്തോഷമായി. അപ്പൊ നിന്റെ ഒരു ജോലിയുടെ ഭാഗം കൂടിയാണ്. കോർഡിനേഷനിലും ഒക്കെ ഒരു പാർട്ടാവാനും ജീവിതത്തിലും വരാൻ പറ്റിയതൊക്കെ ഒരുപാട്. നീ MSW കഴിഞ്ഞാൽ? അതെ, MSW മെഡിക്കൽ സൈക്കാട്രി. എന്ത് കാണാൻ പോവാ? മീൻ കാണാൻ പോവാ അല്ലേ പ്രസിഡന്റ്? വെറൈറ്റി മീനില്ലേ? വെറൈറ്റി മീനുകൾ വേറെ എവിടെയും കാണാത്ത ലോകം. അത് ഇന്ത്യയിലെ ഏറ്റവും വലുതാണ്. ഇതെന്താണ്? വല്ല പുഴയിൽ വീണുപോയ ഏതെങ്കിലും, അല്ല ചിലപ്പോ കടലിൽ വീണുപോയതോ മീനിന്റെ ഉള്ളിൽ കയറാൻ? അതാ മീൻ കയറി കൂടിയതാ. നോക്കി, ആ നമ്മുടെ ഹെറിറ്റേജ് കൂടിയും കാത്തു സൂക്ഷിക്കുന്ന രീതിയിലല്ലേ ഇവിടുത്തെ അക്വേറിയം ഒക്കെ? ഒരു ഹെറിറ്റേജ് കൂടിയും കാത്തു സൂക്ഷിക്കുന്ന രീതിയിലാണ്. അതോ ഒരു നേച്ചുറൽ ലുക്ക് ഉണ്ട് മൊത്തം. എന്തായാലും നല്ല അല്ലേ? നിനക്ക് അടിച്ചു പൊളിക്കാണ് നീ അല്ലേ? കാണുന്നുണ്ടോ? ഓ, ഒരു കടലിന്റെ ഉള്ളിൽ പോയ പ്രതീതി. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു കടലിന്റെ സ്മെല്ലും അതിൻ്റെ ആ കൂളിങ്ങും എല്ലാ സംഭവങ്ങളും അതേപോലെ നമുക്കൊരു കടലിൽ ചെന്നിട്ടുള്ള ആ പ്രതീതി എന്ത് അടിപൊളി എന്നറിയോ, സൂപ്പർ. അലാവുദ്ദീൻ്റെ അത്ഭുത മീനിനെ പോലെ ഉണ്ട് കേട്ടോ. അലാവുദ്ദീനും അത്ഭുത മുളക്കും അതിൽ നിന്ന് മീൻ ഇങ്ങനെ വരികയാണ്. വ്യത്യസ്തമായ വിശാല ലോകങ്ങളിലേക്കാട്ടോ അവിടെ നമ്മൾ എത്തിപ്പെടുക. ഒരു സ്ഥലം കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് എത്തിയുമ്പോഴേക്കും വലിയ വിശാലമായിട്ടുള്ള മറ്റൊരു ലോകം. ഒരുപാട് ഇഷ്ടമായി തോന്നുന്നല്ലേ? അടിപൊളി അടിപൊളി അല്ലേ? നല്ല ഇഷ്ടമായി യാത്ര.
നാച്ചുറൽ ആംബിയൻസ് ഉണ്ടല്ലേ ഇവിടെ മുഴുവനായിട്ട്, നല്ലൊരു നേച്ചുറൽ ആയിട്ടുണ്ട്. നമ്മളൊരു അക്വേറിയം എന്ന് പറയുമ്പോൾ സാധാരണ എല്ലായിടത്തും ചുമ്മാ ഒരു അക്വേറിയം ആയിരിക്കും, ഇത് ശരിക്കൊരു നല്ലൊരു അക്വേറിയം റിയൽ വേൾഡ് തന്നെയാണ് അല്ലേ. ഒരു ജീവനുള്ള മത്സ്യകന്യക അല്ലേ, ഒരു ജീവനുള്ള ഞാൻ ഒരുപാട് നല്ല നമ്മളെ ഈ അറ്റ്മോസ്ഫിയറും. ഓ ഇതെന്തോ ഒരു സംഭവം മീനാണല്ലോ അല്ലേ. നമ്മളെ തിന്നുകളോട്ടോ ഇതിന്റെ ഉള്ളിൽ എത്തി നമ്മളെ തിന്നു തോന്നുന്നു അല്ലേ. ഇതാണ് ഇവിടെ കണ്ട ഏറ്റവും വലിയ ഭീകര മീൻ എന്ന് തോന്നുന്നു അല്ലേ അല്ലേ. പിരാനല്ലേ. എനിക്കൊരു കടലിനുള്ളിലൂടെ എങ്ങനെ യാത്ര ചെയ്തിട്ട് ഇത് കാണുന്ന ഒരു പ്രതീതി അല്ലേ. ഇതിന്റെ അന്തരീകത്ത് എറിഞ്ഞപ്പം വളകിയ സുന്ദരി പെണ്ണ് കെട്ടിന് അന്ന് നമ്മള് കല്ലിലെറിഞ്ഞപ്പോ കയറ് പൊട്ടിയ പമ്പരം. വെറൈറ്റി മത്സ്യങ്ങളില്ലേ, എത്ര വെറൈറ്റി. അതന്നെ അതിന്റെ സെറ്റ്. നിങ്ങള് കായലരികത്തുള്ളത് ഇതിന്റെ അടുത്ത് നിന്നു വാടന്റീന് ഇതില്ലേ. പണ്ടത്തെ എന്തോ ഒരു ശ്രീബുദ്ധനൊക്കെ കണ്ടില്ലേ അതിന്റെ ഉള്ളില് അല്ലേ. ഒരു പഴയ ഒരു ദീപം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അല്ലെ, വെള്ളത്തിന്റെ അടിയിലായിക്കൊണ്ട്. അതെ 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 അതെ. ഇതെന്തായാലും ഇതിന്റെ എഞ്ചിനീയറിംഗ് വർക്കൊക്കെ നമ്മൾ സമ്മതിക്കണം. മുതലായി ഭയങ്കര സംഭവം അല്ലേ, ഭയങ്കര സംഭവമാണ്. ഇത് കാണേണ്ടി തന്നെയാണ്. നമ്മളൊക്കെ എത്ര വർഷം ഇതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ഇതിനെ വല്ലാണ്ട് പരിഗണിച്ചില്ല. നമ്മളിവിടെ ഇല്ല നമ്മളിവിടെ ഡ്രീം വേൾഡിൽ വന്നിക്ക് മറ്റേ ഇതുപോലത്തെ ഒരുപാട് ഫാന്റസി പാർക്കുകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഇത് നമ്മൾ ഇതുവരെ മൈൻഡ് ചെയ്തില്ല. ഞാനും വിചാരിച്ചു നിങ്ങൾ ഇന്ന് ടൂറ് ഈ 2 ഡെസ്റ്റിനേഷൻ മാത്രം ഇപ്പൊ എന്ത് ഈ കേരളത്തിൽ ഇത്ര കാണാനാണ്. പക്ഷെ ഇവരെ സെലക്ഷനെ ഞാനിന്ന് അഭിനന്ദിക്കുകയാണ്. എടവണ്ണ പഞ്ചായത്ത് എടുത്ത തീരുമാനം വളരെ ഉചിതമാണ്. കണ്ണീർ കായലിലേതോ കടലാസിന്റെ തോണി മാടുവീടും വിട്ടിട്ടൊരു നാളി പോയി ആരുമില്ലാത്തൊരു ഇത് പ്രൈവറ്റ് ആണോ? അതാ ഞാൻ പറഞ്ഞത് പ്രൈവറ്റ്. 42 പേര് പ്രവാസി ഗ്രൂപ്പ്. ഓ അവര് സ്റ്റാർട്ട് ചെയ്താണ്. അല്ല ഞാൻ പറഞ്ഞത് ഗവൺമെന്റ് അല്ല. ആണാണ്.
പേടിയാന്നല്ലേ? മീനിന്റെ ഇത് കണ്ടിട്ട് തന്നെ പേടിയാന്നല്ലേ? എവിടുന്ന് അവിടെ നല്ല ഗംഭീര. നമുക്ക് ഉണ്ടാ കൂടി ഡാൻസ്. വാ 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 വാ. ഭയങ്കര സംഭവമാണ്. ലോകാണ് ഞാനും പാരട്ടെയോ നിന്റെ കൂടെ. പാടില്ല പാടെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തു കൂടാ. നാനത്തിലെ കാഴ്ച കാണാൻ ഞാനെയും ഒന്നൊന്ന് കൊണ്ടുപോരിക്കൽ ഞാൻ കൊണ്ടുപോവാ. വേണ്ടോ നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമുക്കൊരു മാനസിക സമ്മർദ്ദങ്ങൾ ഇല്ലല്ല. ഓ കാണും അത് കുറച്ച് കഴിഞ്ഞാൽ കാണും. മാനസിക സമ്മർദ്ദങ്ങൾ ഈ കടലിന്റെ തീരത്തുനിന്ന് പോകുമ്പോൾ പ്രതീതിയാണ്. സ്ട്രെസ് റിലീഫ് ചെയ്യാൻ ഏറ്റവും പിന്നെ തീർച്ചയായിട്ടും നമുക്ക് ഈ അക്വേറിയം വിസിറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്കും ഇങ്ങനെ വീട്ടിലൊരു മീൻ വളർത്താനുള്ള പൂതി ഉണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ, ഇതിൻ്റെ പുറത്ത് വന്നപ്പോൾ ഇവിടെ നല്ല പാർക്കും ഉണ്ടല്ലേ, നല്ല അടിപൊളി പാർക്കും ഉണ്ട്. ഇവിടെ വന്നപ്പോൾ നമ്മളൊരു ഫിഷായി പോയി തോന്നുന്നുണ്ട്. നമ്മൾ സ്വയം ഒരു ഫിഷായി മാറിയ ഒരു പ്രതീതി. വെള്ളത്തിനടിയിൽ ഒരു തുള്ളി വെള്ളം നനഞ്ഞില്ല. മഹാമനുഷ്യനാണ്. ഒരുപാട് കാര്യങ്ങൾ പറയാൻ. നിങ്ങൾക്ക് എന്തൊക്കെ കാര്യം പറയാനുള്ളത് പറയാൻ പറ്റില്ല. ഓക്കെ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ്. ഓ ഇത് നമ്മൾ വന്ന് കൈ കടിക്കുകയും ചെയ്യും. ഏതായാലും ഇവിടെ വന്നിട്ട് നമ്മൾ ഫിഷുകളെ ഒന്ന് തീറ്റ കൊടുക്കാൻ പോവാ അല്ലേ? ഇത് കുത്തുവോ? ഇതെന്ത് ഫിഷാണിത്? കോഴിക്കാർപ്പ്. യെസ്, അതെല്ലാം ഒന്ന് ഫീഡ് ചെയ്ത് നോക്കുകയാണ്. ഓക്കെ, ഇതിങ്ങനെ വെച്ചെടുത്താൽ മതി. എങ്ങനെ? ഇങ്ങനെ അല്ല ആദ്യം പേടിയുള്ളൂ, ഇപ്പൊ പേടി പോയി. റെഡി കമാൺ. പേടിക്കണ്ട. കമാൺ. റെഡി 1 2 3 കം. അല്ല ഇതങ്ങനെ ഒരു കുഴപ്പമില്ല, നല്ല അടിപൊളിയാണ്. അത്ര മതി ഫുള്ള് കേട്ടോ. ഇല്ലല്ലേ പിടിക്കടാ കിട്ടിയില്ലേ? ലൈവ് ഫിഷ് കാച്ചിങ്.